നാളെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് അവധിയുള്ളത് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം. ആധാർ ഉള്ളവർക്ക് മുന്നറിയിപ്പ്. ജൂൺ മാസം 14-ാം തീയതി മറക്കരുത്. നാളെ മുതൽ നിരവധി മാറ്റങ്ങൾ. ഡെയിലി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ മുഴുവനായും കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം. കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ. വേളൂർ സെൻറ് ജോൺ LP സ്കൂൾ, പുളിനാക്കൽ സെൻറ് ജോൺ UPS സ്കൂൾ, അതുപോലെ തന്നെ കല്ലുപുരയ്ക്കൽ ഗവൺമെൻറ് LPS, കല്ലുപുരയ്ക്കൽ ഗവൺമെൻറ് UPS എന്നീ സ്കൂളുകൾ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്കൂളുകൾക്കും ജൂൺ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു. ഇതുകൂടാതെ വോട്ടെണ്ണലിൻ്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴ, മാവേലിക്കര മണ്ഡലങ്ങളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെൻറ് ജോസഫ് സ്കൂൾ, അതുപോലെ തന്നെ ലിയോ 13th സ്കൂൾ, മുഹമ്മദ് സ്കൂൾ, SDV ബോയ്സ് സ്കൂൾ, SDV ഗേൾസ് സ്കൂൾ, SDV JBS സ്കൂൾ, SDV സെൻട്രൽ സ്കൂൾ, TD ഹയർ സെക്കൻഡറി സ്കൂൾ, മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിലെ ബിഷപ്പ് മൂർ വിദ്യാപീഠം സ്കൂൾ, CMS LP സ്കൂൾ, സെൻറ് മേരീസ് കത്തീഡ്രൽ പബ്ലിക് സ്കൂൾ, അതുപോലെ തന്നെ കല്ലുമല മാർ ഇവാനിയോസ് കോളേജ്, കല്ലുമല മാർ ഇവാനിയോസ് LP സ്കൂൾ എന്നിവയ്ക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് ആധാർ കാർഡുള്ള ആളുകൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം. ഓൺലൈനായി ആധാർ സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ നീട്ടി നൽകിയിരിക്കുകയാണ്. ഈ മാസം 14-ാം തീയതി വരെയാണ് തീയതി നീട്ടിയിരിക്കുന്നത്. ഇന്ത്യൻ പൗരന്മാർ തിരിച്ചറിയൽ രേഖയായും വിലാസം തെളിയിക്കുവാനുള്ള രേഖയായും ഉപയോഗിക്കുന്നതാണ് ആധാർ കാർഡ്. ആധാർ എൻറോൾമെൻറ്റ് ആൻഡ് അപ്ഡേറ്റ് റെഗുലേഷൻസ് 2016 പ്രകാരം POI രേഖകൾ ആധാർ തയ്യാറാക്കിയ തീയതിയിൽ നിന്ന് ഓരോ 10 വർഷം കൂടുമ്പോഴും നിർബന്ധമായും പുതുക്കണമെന്ന് നിഷ്കർഷിക്കുന്നു. 5 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായുള്ള ബ്ലൂ ആധാർ കാർഡ് പുതുക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ഉപയോക്താവിൻ്റെ വ്യക്തിഗത വിവരങ്ങളായ പേര്, വിലാസം, ജനനത്തീയതി, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് തുടങ്ങിയ UIDAI വെബ്സൈറ്റ് വഴി സൗജന്യമായി മാറ്റാൻ സാധിക്കും. മൈ ആധാർ പോർട്ടലിലൂടെയായിരിക്കും ആധാർ വിവരങ്ങൾ പുതുക്കുവാനുള്ള അവസരമുള്ളത്. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്. കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. മറ്റൊരു ചക്രവാത ചുഴി തെക്കൻ ആന്ധ്ര തീരത്തും വടക്കൻ തമിഴ്നാടിന് സമീപത്ത് മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റും നിലനിൽക്കുന്നുണ്ട്. 40 കിലോമീറ്റർ വേഗതയിൽ വരെയുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അടുത്ത 5 ദിവസവും ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് സംസ്ഥാനത്തെ 20 കേന്ദ്രങ്ങളും സജ്ജമായതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗർ അറിയിച്ചു. രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകൾ ആയിരിക്കും. അരമണിക്കൂറിന് ശേഷമാണ് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങുക. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.